ഹായ് ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തേക്കുമായിരുന്നു. കുറേ നാളായിട്ടുള്ള പ്ലാനിങ് ആണ്. സോ നമ്മളിപ്പം ഓൾമോസ്റ്റ് ഒരു 4:30 ആ ടൈമിൽ എയർപോർട്ടിലെത്തി. ആൻഡ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് രാജസ്ഥാനിലേക്കാണ്. ആൻഡ് രാജസ്ഥാൻ ഒരുപാട് റീൽസിലും ഒരുപാട് ഫോട്ടോഷൂട്ട്സിലും ഒക്കെ കണ്ട് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു ഞങ്ങൾ രാജസ്ഥാനിൽ പോകാൻ വേണ്ടിയിട്ട്. ആൻഡ് ആക്ച്വലി നമ്മളിപ്പോൾ എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്തു. ആൻഡ് ഞാനിവിടെ ഓൺ വോയിസ് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്കറിയാം അതൊട്ടും ക്ലാരിറ്റി ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഞാനത് പിന്നെ പറയാം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മളിപ്പം വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുവാണ്. ആൻഡ് വി ആർ വെയിറ്റിംഗ് ഫോർ അവർ ഫ്ലൈറ്റ്. നമ്മളിപ്പം ജസ്റ്റ് ഫ്ലൈറ്റിലേക്ക് കയറുവാണ്. അപ്പം നമുക്കൊരു ബ്യൂട്ടിഫുൾ വ്യൂ തന്നെ ഉണ്ടായിരുന്നു കൊച്ചിയിൽ. ലൈക്ക് ഇറ്റ് വാസ് എ സൺറൈസ് ആൻഡ് നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഒരു കളർ ഷെയ്ഡ് കാണാൻ. അങ്ങനെ നമ്മൾ ഹൈദരാബാദ് എയർപോർട്ടിൽ നമുക്ക് ലെയറുണ്ട്, അവിടെ എത്തി. ആൻഡ് ഫൈനലി നമ്മളുടെ ഡെസ്റ്റിനേഷനായിട്ടുള്ള ജയ്പൂർ എയർപോർട്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഒരു ഊബർ പിക്ക് ചെയ്തു. ആൻഡ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിലേക്ക് പോവുകയാണ്. ആൻഡ് ജയ്പൂരിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് പ്രിറ്റി ഗുഡ്, ലൈക്ക് വെരി ക്ലീൻ ആയിട്ടാണ് ഉള്ളത്. ആൻഡ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലെത്തി. ഇതിൻ്റെ പേര് രാജസ്ഥാൻ പാലസ് ഹോട്ടൽ എന്നാണ്. ആക്ച്വലി ജയ്പൂരിൽ വന്നു കഴിയുമ്പോൾ, ജയ്പൂർ ആൻഡ് ഉദയ്പൂർ മിക്ക ഹോട്ടലുകൾക്കും ഒരു രാജസ്ഥാനി ടച്ച്, ഒരു പാലസ് ടച്ച് ഉണ്ടാവാറുണ്ട്. മിനിയേച്ചർ ഫോം ഓഫ് ടച്ചാണ് അതൊക്കെ. ആൻഡ് നമ്മളിപ്പം ജസ്റ്റ് ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി എൻ്റർ ചെയ്യുകയാണ്. ആൻഡ് ഇതിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ രാജസ്ഥാനിലെ ജയ്പൂരാണ്. ജയ്പൂർ ആക്ച്വലി പ്രിറ്റി ഗുഡ് ആൻഡ് ക്ലീൻ. ഞങ്ങളിപ്പോൾ ഉള്ളത് രാജസ്ഥാൻ പാലസ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ്. ആൻഡ് ദിസ് ഹോട്ടൽ ഈസ് ഓൾസോ ഗുഡ്. ഒരു പാലസിൻ്റെ സ്ട്രക്ചറിലാണ് പണിതേക്കുന്നത്. ആൻഡ് എനിവേസ് ഞങ്ങൾ ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്തിട്ടേ ഉള്ളൂ. ആൻഡ് നൗ ഇതിന് ശേഷം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് കറങ്ങാൻ പോവാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ജസ്റ്റ് ഈ ഹോട്ടൽ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി പോവുക. ഇതിന് മുകളിൽ ദർ ഈസ് സ്വിമ്മിങ് പൂൾ. അപ്പം അതൊക്കെ ഒന്ന് നോക്കാം. അപ്പം ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ആൻഡ് ഇതിൻ്റെ ഒരു ടോപ്പ് പോർഷനാണിത്. ആൻഡ് ഇതും അവരൊരു ടിപ്പിക്കൽ രാജസ്ഥാനി സ്റ്റൈൽ തന്നെയാണ് അവരത് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് രാജസ്ഥാനിൽ വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും അത്ഭുതകരമായി തോന്നിയ ഒരു കാര്യമാണ്, ആക്ച്വലി പട്ടങ്ങൾ നമ്മൾ എല്ലായിടത്തും കാണുന്നതാണ്, പക്ഷേ ഇവിടെ ഒരു മാസീവ് നമ്പേഴ്സ് ഓഫ് കൈറ്റ്സ് നമുക്കിങ്ങനെ സ്കൈയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇത് എല്ലാവരും ഡേയിലും നൈറ്റിലൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ഇത് അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല, ബട്ട് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ആൻഡ് ഇപ്പോൾ ഞങ്ങൾ ഈ ഊഞ്ഞാലിരുന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നുമില്ല ഗായ്സ്, ഞാൻ ചുമ്മാ എന്തൊക്കെയോ സംസാരിക്കുകയാണ്. എൻ്റെ മേജർ ഉദ്ദേശം എന്ന് പറയുന്നത് ആ മുടിയിൽ സൺലൈറ്റ് വന്നടിക്കുമ്പോൾ ഉള്ള കളർ, അതും എനിക്ക് ചുമ്മാ ക്യാമറയിൽ കാണുന്നു. അതിനുവേണ്ടി ഞാൻ എന്തൊക്കെയോ പറയുകയാണ്.
ജസ്റ്റ് ഡോണ്ട് മൈൻഡ്. ഗൈസ് ഇവിടെ വരുന്നവർക്കും പട്ടം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടോ വിഷ്ണു പട്ടം പറത്താൻ പോവാണ്. എറിഞ്ഞ് പറത്താന്നാണ് വിഷ്ണു പറയുന്നത്, പക്ഷെ പട്ടം താഴേക്ക്. ആൻഡ് ഫൈനലി നമ്മൾ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ജസ്റ്റ് റെഡി ആയിക്കാണ്. ഹലോ ഗൈസ്, ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഇനി ഇപ്പോൾ ജയ്പൂരിലേക്ക് ജയ്പൂർ കുറച്ച് സ്ഥലങ്ങൾ കാണാൻ ഓർത്തു, പക്ഷേ ആക്ച്വലി റെസ്റ്റ് എടുത്തപ്പോൾ കുറച്ച് ടൈം കൂടിപ്പോയി, ഞങ്ങൾ ഉറങ്ങിപ്പോയി. ആൻഡ് ഇനിയിപ്പോൾ ഞങ്ങൾ ഹവമഹൽ അതുപോലെ തന്നെ സിറ്റി പാലസ് ഒക്കെയാണ് മൈൻഡിൽ. സോ ഹവമഹലിലേക്കാണ് ഇപ്പം നമ്മൾ പോണേ. ആൻഡ് യു നോ ദ വെദർ ഈസ് പ്രിറ്റി ഗുഡ്. ആക്ച്വലി നല്ല തണുപ്പുണ്ട്. സോ നമ്മളെല്ലാം ജാക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ആൻഡ് യാ, ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിലാണ്. സോ വെരി സൂൺ ഞങ്ങളിപ്പോൾ ഊബറിന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദെൻ വി വിൽ ബി ഗോയിങ് ടു ഹവമഹൽ. ആൻഡ് യാ, ദിസ് ഈസ് അവർ കോസ്റ്റ്യൂം. വി ആർ ട്വിന്നിങ്. വിഷ്ണു ആക്ച്വലി കാണാൻ പറ്റുന്നില്ല. ആക്ച്വലി വി ആർ ട്വിന്നിങ്. വിഷ്ണു, നമ്മൾ നടന്നാണോ പോകുന്നത്? കാരണം എന്താ? ഊബർ ഓട്ടോ കിട്ടുന്നില്ല. ഊബർ ഓട്ടോ കിട്ടുന്നില്ല ഗൈസ്. അതന്നെ ഞങ്ങൾ ഇതിലേക്കൂടെ നടക്കും. പക്ഷേ ആക്ച്വലി നല്ല ക്ലൈമറ്റാണ് ഇവിടെ. ഒരു ജാക്കറ്റ് ഉണ്ടെങ്കിൽ പെർഫെക്റ്റ്. കുറച്ച് തണുപ്പൊക്കെ രസമാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ജയ്പൂർ ആക്ച്വലി കുറച്ച് ക്രൗഡാണ്. ഷെയർ ഓട്ടോ എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഞങ്ങൾ ആക്ച്വലി ഇവിടെ വന്ന ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ബട്ട് ഞങ്ങൾ ആ വന്ന ടൈം തൊട്ട് ഇവിടെ മൊത്തം ഫയർ വർക്ക്സും കാര്യങ്ങളുമാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഈ ഫയർ വർക്ക്സ് ഒക്കെ നേരിട്ട് കാണുമ്പോൾ. ഒരുപാട് ഭംഗിയിൽ അവർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരത്തെ ഫയർ വർക്ക്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയി. ആൻഡ് ദാറ്റ് വാസ് ദി എൻഡ് ഓഫ് ദി ഡേ. വിഷ്ണു തണുക്കുന്നുണ്ടോ? പിന്നെ എന്തിനാ ഇങ്ങനെ പട്ടിഷോ കാണിച്ച് എനിക്ക് തണുപ്പൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നത്? ഉള്ളിൽ നല്ല തണുപ്പുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ പറഞ്ഞോ, ആശ്വസിച്ചോ. ഹലോ ഗൈസ്, ദിസ് ഈസ് അവർ സെക്കൻഡ് ഡേ. ഞങ്ങൾ ഇപ്പം കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസും ഡാൻസൊക്കെ എടുക്കാമെന്ന് ഓർത്ത് പോവാൽ വിഷ്ണു. ടുഡേ ഓൾസോ വി ആർ ട്വിന്നിങ് ഗൈസ്. ഇത് ഞങ്ങൾ പ്ലാൻ ചെയ്തതല്ല എന്ന് പറഞ്ഞാൽ കള്ളമല്ലേ, സത്യത്തിൽ പ്ലാൻ ചെയ്തതാണ്. നമ്മളിപ്പോൾ മുകളിലേക്ക് പോകും. നമ്മളിവിടെ വന്നിട്ട് ഇന്നലെ തൊട്ട് വി ആർ ഹാവിങ് ദ ഫുഡ്. ആൻഡ് നല്ല ഫുഡാണ് ഇവിടെ നിന്ന്. എനിക്കറിയില്ല, വെരി ടേസ്റ്റി. ഇറ്റ്സ് റിയലി ടേസ്റ്റി. നമ്മൾ സിമ്പിൾ സാധനം കഴിച്ചാലും ഇറ്റ്സ് വെരി ടേസ്റ്റി. ആൻഡ് ഓൾസോ ഇപ്പോൾ ഞങ്ങളിപ്പോൾ റെൻ്റലിനാണ് കാർ എടുത്തിരിക്കുന്നത്. സോ ദാറ്റ് നമുക്ക് ഫുൾ ഡേ ഇന്ന് നമ്മളുടെ ഒരു ടൈം അനുസരിച്ച് നമുക്ക് എല്ലാ സ്ഥലവും കവർ ചെയ്ത് വരാൻ പറ്റും. സോ അതാണ് ഇന്നത്തെ നമ്മുടെ പ്ലാൻ. നമ്മൾ കുറച്ച് സ്ഥലങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. ഇനിയാ ഹവാമഹലിനെ സംബന്ധിച്ചിടത്തോളം അതിന് രാത്രിയിലൊരു പർട്ടിക്കുലർ ബ്യൂട്ടി, മോർണിംഗിൽ വേറൊരു ബ്യൂട്ടി. പിങ്ക് ഷെയ്ഡിന് തന്നെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് നമുക്ക് രാവിലെയും വൈകിട്ടും കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ അവിടെ തന്നെ അടുത്ത് തന്നെയുള്ള ഒരു ലൊക്കേഷനാണ് സിറ്റി പാലസ്. ഇപ്പോൾ നമ്മൾ സിറ്റി പാലസിൽ എൻട്രി ചെയ്തു. ആൻഡ് ഒരു കാര്യം, എല്ലാ സ്ഥലത്തെയും എസ്പെഷ്യലി ഫോർട്ടുകളിലും മേജർ പ്ലേസസിലെല്ലാം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എൻട്രി ഫീസും കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷേ ജയ്പൂരിലെ സിറ്റി പാലസ് ഇറ്റ്സ് ഗുഡ്, നല്ല തന്നെയാണ്. നമുക്ക് ഓൾമോസ്റ്റ് അതിനൊരു 200 സംതിങ് ആണ്
പെർ പേഴ്സൺ അതിൻ്റെ എൻട്രി ഫീസ് വരുന്നത്. ആക്ച്വലി മ്യൂസിയം ഉണ്ട്, അതുപോലെ തന്നെ പാലസും ഉണ്ട്. ആൻഡ് എല്ലാം വിസിറ്റ് ചെയ്യാൻ ആക്ച്വലി കണ്ടിരിക്കാൻ പറ്റിയ ബ്യൂട്ടിഫുൾ പ്ലേസ് തന്നെയാണ് ജയ്പൂരിലെ സിറ്റി പാലസ്. ആൻഡ് ഇവിടെ പറയുകയാണെങ്കിൽ ഹവാമഹലും സിറ്റി പാലസും ഒക്കെ നമുക്കൊരു വാക്കബിൾ നമ്മൾ ആ ഹവാമഹൽ വിസിറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടെയാണ്. ഫേമസ് ദ പാലസ് ഓഫ് ഇല്യൂഷൻ ബൈ ചിത്ര ബാനർജിയുടെ ഏറ്റവും ആ കവർ പിക്ചറിലെ മേജർ പ്ലേസ് ആണിത്. അങ്ങനെ നമ്മൾ ഇപ്പോൾ ജൽമഹലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇവിടെ നമുക്ക് ക്യാമൽസിനൊക്കെ ഒരുപാട് കാണാം. ജൽമഹൽ ആക്ച്വലി നമ്മൾ ഇറങ്ങി കണ്ടില്ല, ജസ്റ്റ് ജൽമഹൽ അവിടെ എത്തി. എന്നിട്ട് നമ്മൾ നേരെ അവിടുന്ന് അമീർ ഫോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമീർ ഫോർട്ട് ആക്ച്വലി അതിലേക്ക് പോകുന്ന ആ ഒരു വഴിയും അതുപോലെ തന്നെ ആ ഒരു ഫോർട്ടും വളരെ ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ റെൻ്റൽ കാറാണ് എടുത്തിരിക്കുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ടൈം അനുസരിച്ച് ട്രാവൽ ചെയ്യാം എന്നുള്ളൊരു ബെനിഫിറ്റ് ഉണ്ട്. ഊബർ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അത്രയും എമൗണ്ട് കുറച്ചും കൂടെ കൂടുതലാണ്. റെൻ്റൽ വിൽ ബി മച്ച് അക്യുറേറ്റ് ഫോർ അസ് ടു ട്രാവൽ ലൈക്ക് ദിസ് എന്ന് തോന്നുന്നു. ആൻഡ് ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് അമീർ ഫോർട്ട്. അമീർ ഫോർട്ടിലേക്ക് പോകുന്ന ടൈമിൽ എടുത്ത ഒരു വിഷ്വൽസ് ആണ്. ആൻഡ് ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ഒരുപാട് മൂവീസ് ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫോർട്ടാണ് ജയ്പൂരിലെ അമീർ ഫോർട്ട്. അമീർ ഫോർട്ടിൽ എത്തുമ്പോൾ നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് അമീർ ഫോർട്ടിൽ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും ഗൈഡുമാർ വന്ന് നമ്മളെ അപ്രോച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ഇഫ് യു റിയലി നീഡഡ് എ ഗൈഡ് ദെൻ ഗോ ഫോർ ഇറ്റ്. അതർവൈസ് നമുക്ക് തന്നെ എക്സ്പ്ലോർ ചെയ്യാവുന്നതേ ഉള്ളൂ. ആൻഡ് ഇതാണ് ഒരുപാട് ജോധ അക്ബർ പോലെയുള്ള ഹിന്ദി മൂവീസൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. രാജ്പുത്താന ആൻഡ് ഓൾസോ മുഗൾ സ്റ്റൈൽ രണ്ടിൻ്റെയും ഒരു മിക്സ്ചറാണ് അമീർ ഫോർട്ടിൻ്റെ മൊത്തത്തിലുള്ള ഒരു വെജിറ്റബിൾ പെയിൻറ്റിങ് ആണ് ഇവിടെ ഈ വാൾസിലെല്ലാം ചെയ്തിരിക്കുന്നത്. ആൻഡ് ഒരുപാട് വർഷങ്ങളായിട്ട് ഇതിന് ഒരു മാറ്റം സംഭവിക്കാതെ അതുപോലെ നിൽക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് മീനാക്കാരി. ആൻഡ് ഇത് ഷെഷ്മഹാലാണ്. ഷെഷ്മഹാൽ ഈസ് ആക്ച്വലി ഇവിടുത്തെ ഇവിടുത്തെ ക്യൂനിന് വേണ്ടിയിട്ട് പ്രത്യേകം നിർമ്മിച്ച ഒരു മഹാലാണ് ശേഷ്മഹാൽ. ഇത് ഒരുപാട് മിറേഴ്സാണ് ഇവിടെ. ക്യാൻഡിൽ വെച്ച് നമുക്ക് സ്റ്റാർസ് കാണുന്ന പോലെ മിറേഴ്സ് ബ്രൈറ്റ് ആയിരിക്കും നൈറ്റ് ടൈമിൽ. ആൻഡ് ഇതാണ് ക്യൂൻസിന് താമസിക്കാനായിട്ട് പണിതിരിക്കുന്ന ഒരു ഷെഷ്മഹാലും ഒരു കോർട്ട്യാർഡും ഒക്കെ. ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ ബ്യൂട്ടിഫുൾ. ആൻഡ് ഓൾസോ ഇവിടുത്തെ കിങ്ങിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് അവിടെ നിന്ന് അറിയാൻ സാധിച്ചതാണ്. ലൈക്ക് ഹി വാസ് മാരീഡ് ടു 12 വുമൺസ്. ആൻഡ് അതും 12 എന്താണ് നമ്മൾ ഈ പറയുന്ന പോലെ സ്റ്റാർസ് ആൻഡ് അസ്ട്രോളജിയൊക്കെ വെച്ചിട്ടാണ് മാരേജും കാര്യങ്ങളൊക്കെ ആ ടൈമിൽ നോക്കിക്കൊണ്ടിരുന്നത് കിങ്സൊക്കെ. ആൻഡ് ദാറ്റ്സ് അബൌട്ട് അമീർ ഫോർട്ട് ആൻഡ് ഇറ്റ്സ് ബ്യൂട്ടിഫുള്ളി കൺസ്ട്രക്റ്റഡ്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻസ് ഓരോ സ്റ്റേജിൽ ഓരോ കിങ് വരുന്നതനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അമീർ ഫോർട്ട്. അതുകൊണ്ട് ഓരോ ടൈമിലുണ്ടായിരുന്ന ഡിഫറൻസ് നമുക്ക് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് കാണാം. അങ്ങനെ നമ്മളിപ്പം പന്ന മീനാക്ക കുണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അധികം പോയില്ല. ബട്ട് ആക്ച്വലി ഒരുപാട് ഇൻസ്റ്റഗ്രാം റീൽസിലും പിക്ചേഴ്സിലൊക്കെ ഈ ഒരു വ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആൻഡ് ഇവിടേക്ക് എത്താനും കുറച്ച് നമ്മൾ ആക്ച്വലി അമീർ ഫോർട്ടൊക്കെ കുറച്ചുകൂടി റൂറൽ ഏരിയസിലാണെന്ന് തോന്നിയിട്ടുണ്ട് ജയ്പൂരിൻ്റെ. എനിവേസ് ഈ ഒരു പൊസിഷൻ നല്ലതായിരുന്നു. ആൻഡ് ഫൈനലി നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള പത്രിക ഗേറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പത്രിക ഗേറ്റിന് മുമ്പ് തന്നെ ടോറൻ ദ്വാർ എന്ന് പറയുന്ന അതിൻ്റെ ഒരു സർക്കിളാണ് ജവഹർ സർക്കിൾ. അതിൻ്റെ ഹലോ ഗൈസ്, ഇപ്പം ഞങ്ങളുള്ളത് ഈ ബാക്കി കാണുന്ന സ്ഥലം ഇതാണ് പത്രിക ഗേറ്റ്. ഇത് ജയ്പൂർ തന്നെയാണ്. സോ ഇത് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. നാളെ നമ്മൾ ഉദയ്പൂരിലേക്ക് പോകും. അപ്പോൾ വി ഹാവ് ട്രെയിൻ. കളിക്കുന്നുണ്ട്, ആൾക്കാരിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഒരു ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ജയ്പൂരിലെ പത്രിക ഗേറ്റ്. ആൻഡ് പത്രിക ഗേറ്റ് ഇസ് ഓൾസോ 24 hours ഓപ്പൺ ആണ്. ടൈം ലിമിറ്റ് ഒന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും വരാം. യു ക്യാൻ സ്പെൻഡ് ദ ടൈം ഹിയർ. സോ ഇറ്റ്സ് നൈസ്. പത്രിക ഗേറ്റിൻ്റെ ഉള്ളത്തെ ഭാഗം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പക്ഷേ ഇച്ചിരി ക്രൗഡഡും കൂടെയാണ് എപ്പോഴും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ. ഇതാണ് പത്രിക ഗേറ്റിൻ്റെ ഒരു നൈറ്റ് വ്യൂ. ഫുള്ളി പിങ്ക് തന്നെയാണ് മൊത്തം ജയ്പൂർ സിറ്റി പറയാനാണെങ്കിൽ. ആൻഡ് ഇത് ലൈറ്റ് എഫക്റ്റും കൂടെ വരുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമുക്ക് കാണുന്നത്. ആൻഡ് ഇവിടെ നിന്ന് നമ്മൾ സൈനിങ് ഓഫ്
ജയ്പൂർ. നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഉദയ്പൂരാണ്. അപ്പോൾ നമ്മൾ ഇനി ട്രെയിനിലാണ് ഉദയ്പൂരിലേക്ക് പോകുന്നത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ റെൻ്റൽ കാറ് ഇവിടെ തിരിച്ച് ജയ്പൂർ തന്നെ ഹാൻഡ് ഓവർ ചെയ്ത് വിൽ ബി ടേക്കിംഗ് ദ ട്രെയിൻ ടു ഉദയ്പൂർ. ആൻഡ് ഉദയ്പൂരിലേക്ക് ഒരു 10 hour ജേർണിയാണുള്ളത്. സീ ലേറ്റർ.